ഫവാസെ 17-ാം തീയതി ചോദ്യം ചെയ്യാനായിട്ട് വീണ വിജയനെ വിളിച്ച സമയങ്ങളിൽ മാധ്യമങ്ങളെല്ലാം ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നത് അന്ന് അറസ്റ്റ് നടക്കും എന്നുള്ള രീതിയിലായിരുന്നു. രണ്ടാം വട്ടം വിളിച്ചു. അതെ. പക്ഷെ അന്ന് ചോദ്യം ചെയ്ത് ED വിട്ടയക്കുക ചെയ്തത്. അതായത് ചോദ്യം ചെയ്തതിന് ശേഷം പറഞ്ഞു വിട്ടു. 29-ാം തീയതി വീണ്ടും ഹാജരാവാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ED വെറുതെ വിട്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് EDയുടെ ഒരു തന്ത്രമായിരുന്നില്ലേ അതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്നത്തെ ദിവസം അവരുടെ ഫോൺ ത്രൂ ആയിരുന്നു ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിരുന്നതെന്ന് പറയുന്നു. പല വെളിപ്പെടുത്തലുകളും അന്നത്തെ ദിവസം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അത്രയും നേരം ED ചോദ്യം ചെയ്തത് വെറുതെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ട്, ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്, ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ശരിക്കും അവിടെ അറസ്റ്റ് നടന്നു എന്ന് കരുതുക. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഈ ഒരു കേസിന്റെ സ്റ്റാറ്റസ് വരുന്നത്? വീണ വിജയൻ അറസ്റ്റ് ചെയ്തു, അപ്പോൾ തന്നെ വിട്ടയക്കേണ്ടി വരും. കാരണം എല്ലാ തെളിവുകളും ശേഖരിക്കാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതിയിൽ അവർ പറയുന്ന തെളിവില്ല, അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ന്യായവും ഇല്ല, ഇത് രാഷ്ട്രീയ പകപൊക്കലാണ് എന്നുള്ള തരത്തിലായിരിക്കും എന്തായാലും അടുത്ത വിവാദം വരിക. സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും, പുറത്തിറങ്ങും. അതുകൊണ്ടായിരിക്കും ED ഒരു പക്ഷേ അടുത്ത 29 വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. കാരണം കിട്ടാവുന്ന അത്രയും കാര്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർ മുമ്പിലുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. ED അത് മാത്രമല്ല, ഇങ്ങനെ എലിയെ ഇങ്ങനെ പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ചുട്ട് കളയണതിന് പകരം ഇട്ട് ഓടിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ അന്നത്തെ ദിവസം അവരൊരു ഫോൺ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്, ഫോറൻസിക് റിപ്പോർട്ടിന് അയച്ചൊരു സാധനം, ടെസ്റ്റിന് അയച്ചൊരു സാധനം. പക്ഷെ അതിൽ കൂടി തന്നെയാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നതെന്നുള്ളതിന് യാതൊരു ഉറപ്പ് നമുക്കില്ല. വീണ വിജയന് മറ്റു ഫോൺ ഉണ്ടാവാണ്ടിരിക്കാനുള്ള സാധ്യതകളുമില്ല. എന്തായാലും അന്നത്തെ ദിവസം വിട്ടതിന് ശേഷം പിന്നീട് അവർ നടത്തുന്ന കോൺവെർസേഷൻസും കാര്യങ്ങളുമൊക്കെ ED റഡാറിൽ കുറച്ച് ദിവസം കൂടി ഉണ്ടാകും. ഉറപ്പായിട്ടും കുറച്ചും കൂടി കാര്യമായിട്ടുള്ള നിരീക്ഷണം നടക്കും. പിന്നെ അന്നത്തെ ദിവസം അവർ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, പിണറായി വിജയന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തു, ആ കേസ് അവിടെ കൊണ്ട് ക്ലോസ് ചെയ്തു, പിന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി, പിന്നെ അധികം വെടിക്കെട്ടും തീയും ഒന്നും ഇതിന്റെ പിന്നാലെ ഉണ്ടാവില്ല. പക്ഷെ വീണ വിജയൻ മാത്രമാണോ ഇവിടെ പ്രതി എന്നുള്ള ചോദ്യം സാമാന്യ ബോധത്തോടെ ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ വീണ വിജയന്റെ വായിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യം ഒരു ബന്ധുവാണ് ഇത്തരം ട്രാൻസാക്ഷൻസിലൊക്കെ സഹായിച്ചിരുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഒരടുത്ത ബന്ധുവാണെന്നാണ്. അപ്പോൾ ബന്ധു എന്ന് പറയുമ്പോൾ വീണ വിജയന്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ വീണ വിജയനോടായിരിക്കും ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക, അതോ അച്ഛനായ ഇപ്പോൾ ഫവാസിന്റെ ഒരു ബന്ധു, ഫവാസിന്റെ അച്ഛൻ, അനിയനാവട്ടെ, അച്ഛൻ്റെ റിലേറ്റീവ് ആരെങ്കിലും ആവട്ടെ, അവർക്ക് സ്വാഭാവികമായിട്ടും ഫവാസിനെക്കാളും ആത്മബന്ധം കൂടുതൽ ഫവാസിന്റെ അച്ഛനമ്മമാരോടായിരിക്കും. അപ്പോൾ ഇവിടെ വീണ വിജയന്റെ ബന്ധു, ഇത്രയും സഹായിച്ച ഒരു ബന്ധു എന്ന് പറയുമ്പോൾ, ആ ബന്ധുവിന്റെ പേര് പല മാധ്യമങ്ങളും പുറത്ത് പറയുന്നില്ല, പക്ഷെ ആ ബന്ധുവിന്റെ പേര് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പലയിടങ്ങളിലും ഉയർന്നു വന്നൊരു പേരാണ്, പല ആരോപണങ്ങളിലും. അപ്പൊ വീണ വിജയന്റെ തന്നെയാണോ എക്സാലോജിക് എന്നുള്ളൊരു സംശയം കൂടി ഇവിടെ വരുന്നത് ഇപ്പോൾ. അതോ ഇനി ഈ ബന്ധുവിന് വേണ്ടിയിട്ട് വീണ വിജയനെ മറയാക്കിക്കൊണ്ട് തുടങ്ങിയതാണോ? യഥാർത്ഥത്തിൽ വീണ വിജയനിലേക്കാണോ ഈ അന്വേഷണം പോണത്, അതിനപ്പുറത്തേക്ക് പിണറായി വിജയനിലേക്കാണോ എന്നുള്ള ഒരു സംശയം കൂടി അവിടെ ഉയരും. ശരിക്കും ഷോൺ ജോർജ് പറഞ്ഞതിൽ ഇക്കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും മാധ്യമങ്ങളൊക്കെ ഇതിന്റെ പുറകെ വീണ വിജയൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വീണയല്ല, വീണ ജസ്റ്റ് ഒരു പപ്പറ്റ് മാത്രമാണ്. ഇതിന്റെ പുറകിൽ പിണറായി വിജയൻ തന്നെയാണെന്ന് അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിൽ പല തെളിവുകളും അതിനുണ്ട്, അതെല്ലാം EDക്ക് മുമ്പേ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ ഈ കേസിൽ കക്ഷി ചേരണം താല്പര്യം ഉണ്ടെന്നാണ് അദ്ദേഹം ഹർജി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ അദ്ദേഹം അതിൽ കക്ഷിയാണ്. അപ്പം അദ്ദേഹം പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട പോലെ വീണ ഒരു വലിയ സ്രാവല്ല, അതിനപ്പുറത്തോട്ടുള്ള പല നേതാക്കന്മാരും മുമ്പിലുണ്ട് എന്നുള്ളത് കൃത്യം. ആ സ്രാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം 17-ാം തീയതി വിളിച്ചിട്ട് വിട്ട് 29-ാം തീയതി വരെയുള്ള ഒരു സമയപരിധി കൊടുത്തിട്ടുണ്ടാവുക. ഉറപ്പായിട്ടും ഈ ബന്ധുവിന്റെ പേര് പുറത്ത് വന്നു കഴിഞ്ഞു. ഈ ബന്ധുവിന് ആരോടാണ് ആത്മബന്ധം, കമ്മിറ്റ്മെന്റ് ആരോടാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ തന്നെ പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരുപക്ഷെ പിണറായി വിജയനിലേക്ക് എത്തിയില്ലെങ്കിലും മറ്റു പലരിലേക്കും എത്തും. അപ്പോൾ 29-ാം തീയതി എന്ന് പറയുന്ന ദിവസം വീണ വിജയന്റെ അറസ്റ്റ് വീണ്ടും നമുക്ക് വേണമെങ്കിൽ പറയാം 29-ാം തീയതി വീണ വിജയൻ അറസ്റ്റിലാകുമെന്ന്. പക്ഷെ അന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന ഒരു കൂട്ട അറസ്റ്റ് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് കുറച്ചും കൂടി ശരി അതാണെന്ന് തോന്നുന്നു. വീണ വിജയൻ അപ്പുറമുള്ള പല നേതാക്കന്മാരുടെയും പേര് ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ ബന്ധു, ഇത്രയും ആത്മബന്ധമുള്ള ഒരു ബന്ധു, സ്വാധീനമുള്ള ഒരു ബന്ധു, അതും UAE-യിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു ബന്ധു, അതും ഇത്രയും ആരോപണങ്ങൾ 10 വർഷക്കാലം ആ ബന്ധുവിന്റെ പേര് പല രീതികളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വാർത്തകൾ എടുത്ത് നോക്കിയറിയാം, ഒരുപാട് പേരുകളിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്, പിണറായി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ആരോപണങ്ങളിലും. അതായത് നല്ല കാര്യങ്ങളിലല്ല. പിണറായി വിജയന്റെ വീട്ടിൽ കേക്ക് മുറിച്ചു അല്ലെങ്കിൽ പപ്പടം കച്ചി എന്നുള്ളതിലല്ല കേട്ടിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ളത് ആരോപണങ്ങളിലാണ്. ക്യാമറ ഉൾപ്പെടെയുള്ള പല അഴിമതി കേസുകളിലും ഈ ബന്ധുവിന്റെ പേരും അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട് സന്ദർശിച്ചതും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ മകളെക്കാളും അച്ഛനോട് ആത്മബന്ധമുള്ള ആ ബന്ധു ആരെ സഹായിച്ചു, എന്തിനു സഹായിച്ചു? അപ്പോൾ EDയുടെ അന്വേഷണം കൂടുതലും ഇനിയിപ്പോൾ അതിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിലും അവിടെ സുനീഷ് എന്ന് പറയുന്ന
വീണയുടെ മുൻ ബന്ധു അത് ഭർത്താവാണെന്ന് പറയുന്നത് സുനീഷൻ തന്നെയാണ്, പഴയ ഭർത്താവിൻ്റെ അത് എക്സ് ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം തന്നെയാണെന്നാണ് വിശ്വാസം. അപ്പോൾ അദ്ദേഹമായിട്ട് ചേർന്നിട്ടൊരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടിരുന്ന ഇങ്ങനെയൊരു അദൃശ്യ ബന്ധു, സ്വാധീനമുള്ള ബന്ധു. മാത്രമല്ല ഇതിൽ ഒരാഴ്ചക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ CPM പല നേതാക്കന്മാരും പറഞ്ഞത് അത് അന്വേഷിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയ എല്ലാ നേതാക്കന്മാരെയും അന്വേഷിക്കണം എന്നുള്ള വാക്കുണ്ട്. അത് പറഞ്ഞു വരുന്നത് വളരെ കൃത്യമാണ്. കോൺഗ്രസ്സുകാരും പല BJP-ക്കാരും അതിലുണ്ട്. അപ്പോൾ പിണറായി വിജയൻ എന്നുള്ള ആളെ പേരിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളവരിതിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിക്കാരത്തിൽ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നുള്ളത്. കാരണം BJP-യുടെ പല നേതാക്കന്മാരുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, അതേപോലെ VD സതീശിൻ്റെ പേരുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്. ഇവരൊക്കെ ഇലക്ഷൻ്റെ കാലത്ത് ലീഗിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും BJP-ക്ക് വേണ്ടിയൊക്കെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു CPM പറഞ്ഞു വെച്ചൊരു കാര്യം, അന്വേഷിക്കുമ്പോൾ എല്ലാം അന്വേഷിക്കണം, ഒന്ന് മാത്രം അന്വേഷിക്കാണ്ട് ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അന്വേഷിക്കുമ്പോൾ എല്ലാം കൂടി അന്വേഷിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന ഒരു കേസ് എവിടെ എത്താണ്ടും പോകും. കാരണം ഈ പറഞ്ഞ പോലെ, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രമുഖ നേതാക്കന്മാരെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പൈസ വാങ്ങിച്ചതിൽ ഈ കരിമണൽ അഴിമതിയിലല്ല, പക്ഷേ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ ഫണ്ട് എല്ലാ ഈ പറഞ്ഞ പോലെ വാങ്ങാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇതിലെന്തൊക്കെയുണ്ട് എന്നുള്ള രീതിയിലാണ് CPM പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ എത്താനും ചാൻസ് ഇല്ല. അല്ല, ലാവ്ലിൻ കേസ് ഇത്രയും തവണ മാറ്റി വെക്കാൻ കെൽപ്പുള്ള ആൾക്കാർ ഇതിന്റെ പിന്നിലുള്ളപ്പോൾ ഈ ഒരു കേസും തേച്ച് മാച്ച് കളയാൻ വലിയ പാടുണ്ടെന്നൊന്നും മലയാളികൾക്ക്. രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയം ബന്ധപ്പെട്ട ഒരു അക്ഷരം ഇതേവരെ മിണ്ടില്ല. കാരണം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇല്ലാത്ത ആവേശമാണ് ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിനുള്ളത്. അപ്പം അതിന്നൊക്കെ വളരെ കൃത്യമാണ്. പല നേതാക്കന്മാർക്കും ഇതിനോട് വലിയ താല്പര്യം, ഈവൻ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും വലിയ താല്പര്യമൊന്നുമില്ല. മാത്യു കുഴൽനാടനൊഴികെ ബാക്കി പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ വല്ലാണ്ട് സൈലന്റ് ആണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പുറത്ത് വരും എന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പം എൻ്റെ മോൾക്ക് മാർക്ക് കുറവാണ്, നിന്റെ മോൾക്ക് മാർക്ക് കുറവല്ലേ, ആദ്യം നമ്മൾ പറയുന്നൊരു രീതി ഉണ്ടല്ലോ, അമ്മ അവൾക്ക് 7 മാർക്ക്, അവന് 10 മാർക്ക്, എനിക്ക് 11 മാർക്ക്, അപ്പം ഞാൻ ബെറ്റർ ആണെന്ന് പറയുന്ന പോലെ. അതുപോലെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ചെയ്തു, നിങ്ങളും ചെയ്തല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന അത്രേ ഉള്ളൂ ഇത്. പക്ഷേ ഇപ്പൊ പെടും എന്ന് വിചാരിച്ചിട്ട് ആരും മിണ്ടാണ്ടിരിക്കുന്നു തോന്നുന്നില്ല. ഇപ്പൊ VD സതീശനെതിരെ ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ ED റെയ്ഡ് നടന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെ വാ തുറന്നിട്ടില്ല. ഉറപ്പിച്ചു പറയാൻ പറ്റും, കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഈ ED റെയ്ഡ് വന്നപ്പോൾ പോലും ED-നെ വിട്ടത് ഈ പറയുന്ന VD സതീശനല്ല. രാഹുൽ ഗാന്ധിക്ക് സമാധാനമായല്ലോ എന്നാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായല്ലോ. രാഹുൽ ഗാന്ധിയാണോ അവിടെ നിന്നിരുന്ന് ED-നെ വിട്ടത്? അവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേര് അപ്പം പോലും പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ആംപിയർ കാണിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ. അപ്പോൾ പിന്നെ എവിടെയൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെന്ന്. പക്ഷെ നരേന്ദ്രമോദി ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണ് പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത്, അതിൻ്റെ ഉറവിടം ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു പ്രധാനമന്ത്രി വന്ന് പറഞ്ഞിട്ട് പോലും പിന്നീട് ആ അന്വേഷണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു കാര്യം വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തിരിച്ചെന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ എങ്കിലും ചെയ്യണ്ടായോ? അതുണ്ടായിട്ടില്ല. അതിനുശേഷം പ്രധാനമന്ത്രിക്ക് ഇത്രയും ഉറപ്പില്ലാത്തൊരു കാര്യം പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ പറയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പിന്നീട് ഇതിൽ നടപടി എടുക്കാൻ പറ്റാത്തത്? അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോക്രോച്ച് പാർട്ടി അല്ല, ശരിക്കും CJP എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് BJP എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ ബന്ധു ആരാണെന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ പോകുന്നത്. ഈ ബന്ധുവിനെ വെച്ചിട്ട് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും വീണ വിജയൻ ആയിരിക്കില്ല, പിണറായി വിജയൻ തന്നെ ഇതിൻ്റെ 1ാം പ്രതിയായിട്ട് വരും. അത് മാത്രമല്ല, പിണറായി വിജയൻ ഇപ്പോൾ വീണ വിജയൻ ഇതുപോലൊരു തട്ടിപ്പ് ചെയ്യാനും വേണ്ടേ കുറച്ചൊക്കെ ഒരു ബുദ്ധി. വീണ വിജയൻ്റെ ഒരു മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്തത് കൊണ്ട് അമൃതാനന്ദമയിയുടെ സ്വാശ്രയ കോളേജിലേക്ക് കഷ്ടപ്പെട്ട് പോയ കഥയും അവിടെ സീറ്റ് ഒപ്പിച്ച കഥയൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയിലുണ്ട്. അപ്പോൾ അത്രയും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഗേളൊന്നും അല്ല ശരിക്കും ഈ പറയുന്ന വീണ വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എക്സാലോജിക്ക് പോലെ ഒരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അതിനകത്ത് ഇതുപോലെയുള്ള സ്പ്രിംഗ്ലർ അടക്കമുള്ള വിവാദങ്ങളൊക്കെ ആദ്യമേ വന്നിരുന്നു, വിദേശ കമ്പനികൾക്ക് ഡേറ്റ ചോർത്തുന്ന പോലെയുള്ള. അപ്പം അത്രയും ബുദ്ധിയുള്ളൊരു ലേഡിയാണോ അവരെന്നുള്ളതൊരു സാമാന്യ സംശയമാണ്. നമുക്കിപ്പോൾ ഒരാളുടെയും ബുദ്ധി അളക്കൽ നമ്മൾ അങ്ങനെ ഡീഗ്രേഡ് ചെയ്തതല്ല, പക്ഷെ ഒരു തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് പോലും ലഭിക്കാനുള്ള മാർക്ക് പോലും കരസ്ഥമാക്കാൻ പറ്റാത്ത ഒരാൾ ഇതുപോലെയുള്ള വൻ തട്ടിപ്പുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വീണ വിജയൻ ഒറ്റയ്ക്ക് നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിൽ ഫവാസ് പറഞ്ഞതുപോലെ തന്നെ വമ്പൻ സ്റ്റാഫുകൾ ഉണ്ടാവും. അത് പിണറായി വിജയന് മാത്രമായിരിക്കണം എന്നില്ല, ഈ ബന്ധുവിനെ കൂടെ ഈ 29-ാം തീയതി ബന്ധു കൂടി കേരളത്തിൽ എത്തും എന്ന് നമുക്ക്
ചെറിയ സോഴ്സുകളിൽ നിന്ന് അറിയാൻ പറ്റുന്നു. ഈ ബന്ധു കൂടി അന്നത്തെ ദിവസം കേരള സമൂഹം അറിയും ആരാണ് ഈ ബന്ധു എന്നുള്ളതും. ഒരുപക്ഷെ വീണ വിജയൻ്റെ അറസ്റ്റ് കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ആ ബന്ധുവിൻ്റെ അറസ്റ്റായിരിക്കും നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്.